മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന 6 വരി ദേശീയപാത തകർന്നു വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർ കരാർ കമ്പനികളുമായി ചർച്ച നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. 6 വരി പാത തകർന്നു വീണ സംഭവത്തിൽ ന്യായീകരണവുമായി ഹൈവേ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ മഴ കാരണമാണ് റോഡ് തകർന്നതെന്നാണ് പ്രോജക്ട് ഡയറക്ടറുടെ വാദം. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് സ്വാലിഹ്, വല്ലാത്ത ന്യായീകരണമായിപ്പോയി NHA അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മഴ കാരണം റോഡ് തകരാനാണെങ്കിൽ കേരളത്തിലെ എല്ലാ റോഡുകളും തകരേണ്ടതുണ്ട്. മഴ വരുമ്പോൾ മാറ്റിവെക്കാൻ കഴിയുന്നതല്ലല്ലോ നാഷണൽ ഹൈവേയുടെ പണിയും നാഷണൽ ഹൈവേയും. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് NHA അധികൃതർ പറയുന്നത്? ഒപ്പം തന്നെ ഇന്ന് രാവിലെ കളക്ടർ വാർത്താസമ്മേളനം നടത്തിയിരുന്നല്ലോ. ഈ കരാർ കമ്പനി എന്താണ് പറയുന്നത്? എന്താണ് ഈ സംഭവത്തിന് ഇടയാക്കിയെന്നാണ് അവർ പറയുന്നത്? സിജു, മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രതിനിധികൾ, കരാർ കമ്പനി, അതോടൊപ്പം ജനപ്രതിനിധികൾ, ജില്ലാ പോലീസ് മേധാവി എന്നിവരുൾപ്പെടെ ചേർന്ന് ഈ വിഷയത്തിൽ ഒരു ചർച്ച നടന്നത്, കൂടിയാലോചന നടത്തിയത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഈ 3 അംഗ സംഘത്തെ ഇത് പരിശോധിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘം നാളെ തന്നെ സ്ഥലത്തെത്തുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഈ യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ പറഞ്ഞ വളരെ NHA പ്രോജക്ട് ഡയറക്ടറുടെ വാക്കുകൾ കേട്ട ശേഷം സ്വാലിഹിലേക്ക് വരാം. Soil field was collapsed in the cavity, so that's how the events transpired there. And the expert committee will be visiting tomorrow, and after their report we will be taking the permanent measures which they will suggest. So what are the conclusions of National Highway regarding this? What actually leads to this accident? Same thing. When we made the embankment, so once the rain happens, the water rises through capillary action. The water rises in the soil, which created the pore water pressure. So when pore water, that pressure, additional overburden pressure is exerted to the foundation. So that pressure which was exerted, that carried through below the foundation and went to the paddy field. And paddy field, the soil bulged out. അതേസമയം ഹൈവേ തകർന്നത് ആശങ്കയുണ്ടാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയെന്നും സംഘം നാളെ സ്ഥലം പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഇന്നലെ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടന്നു വരുന്ന ഭാഗത്ത് ഒരു ബ്രീച്ച് ഉണ്ടായി. സർവീസ് റോഡും മെയിൻ കാരിയേജ് വേക്കും ഡാമേജ് ഉണ്ടായി. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, അതുപോലെ ജില്ലാ പോലീസ് മേധാവി, RTO, ADM, PWD NH എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഈ പ്രദേശത്തെ MLAമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പേർട്ട് ഗ്രൂപ്പ്, 3 അംഗ എക്സ്പേർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എക്സ്പേർട്ട് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇത് പാഡി ലാൻഡിലൂടെ കടന്നു പോകുന്നതായതുകൊണ്ടും പാഡി ലാൻഡിലൂടെ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്തുണ്ടായതുകൊണ്ടും പാഡി ലാൻഡിൽ ഒരു ബഡ്ജിങ് ഉണ്ടാകുകയും ആ ബഡ്ജിങ് ഈ പാസ് ചെയ്യുന്ന റോഡിനെ ബാധിച്ചു എന്നാണ് പ്രിലിമിനറി ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച്, കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായി എക്സ്പേർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കാരണത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. KT സ്വാലിഹ് ഒരിക്കൽ കൂടി ചേരുന്നു. സ്വാലിഹ്, ഏതായാലും NHAയുടെ പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് കാപ്പിലറി ഫോഴ്സ് കൊണ്ടാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ റോഡുകളിൽ മഴയുണ്ടാകുമ്പോൾ കാപ്പിലറി ഫോഴ്സ് ഉണ്ടാകാറുണ്ട്. അത് പരിഹരിക്കാനാണ് ഈ ഉദ്യോഗസ്ഥരെ കാശ് കൊടുത്തിരുത്തിയിരിക്കുന്നത്. ഏതായാലും കളക്ടർ പിന്നീട് പറഞ്ഞൊരു കാര്യമാണ്, അതൊരു പാഡി ലാൻഡിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും വയലിലെ മണ്ണ് മാറിയത് ഇതിന് ഇടയാക്കിയിട്ടുണ്ടാകാം. ഏതായാലും വലിയൊരു പിഴവ് NHAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻ എന്നത് NHA ആണ്, ദേശീയപാത അതോറിറ്റിയാണ് കണക്കിലെടുക്കേണ്ടത്. അതിൻ്റെ ടെക്നിക്കൽ വിഭാഗം അവർക്കുണ്ട്. കിടന്നുരുണ്ടിട്ട് കാര്യമില്ല, കാപ്പിലറി ഫോഴ്സ് മാധ്യമപ്രവർത്തകരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. സ്വാലിഹ്,
തീർച്ചയായും ജില്ലാ കലക്ടർ ഇക്കാര്യം ഈ യോഗത്തിൽ തന്നെ യോഗത്തിന് ശേഷം വിശദീകരിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലൊരു പാഡി ലാൻഡിൽ ഒരു വയലിൽ ഇത്തരത്തിലുള്ള ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അതിന് മുൻകരുതലുകൾ പാലിച്ചിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് പരിശോധിക്കേണ്ടത്. അത് ഈ വിദഗ്ധ സംഘം, സ്വതന്ത്ര വിദഗ്ധ സംഘം 3 പേരടങ്ങുന്നത് ഇത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടവരല്ല. അതേസമയം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ബലം പരിശോധിക്കുന്നതൊക്കെ വിദഗ്ധ സംഘമാണ്. ഇവരെത്തി നാളെ പരിശോധിച്ച ഈ റിപ്പോർട്ട് ലഭിച്ചാലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുക. പക്ഷേ ഈ ഒരു കാരണം, പ്രാഥമികമായി ഇതിൻ്റെ ഒരു കാരണം ഇങ്ങനെ വയലിൽ മണ്ണ് നീങ്ങിപ്പോയത് തന്നെയാണ്. തെന്നി നീങ്ങിപ്പോകുന്നു. അതിലേക്ക് ഒന്നിച്ച് മുകളിലെ ഭാരം കൂടിയ ഭാഗം, വലിയ തോതിൽ മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്ത ഭാഗം ഒന്നിച്ച് താഴ്ന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ താഴെ നല്ല കോൺക്രീറ്റ് വേണമായിരുന്നു. താഴെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇതാണോ ഈ അപകടത്തിൻ്റെ ഒരു കാരണം എന്നത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനാണ് വിദഗ്ധ സംഘം വരുന്നത്. കലക്ടർ തന്നെ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഇന്നലെ ഒഴിവായിട്ടുള്ളത്. റോഡിൻ്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ റോഡ് തുറന്നു കൊടുത്തിട്ടില്ല. അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാവും. ഇത് ഇനി പില്ലറുകളിലാണോ, എന്ത് മുൻകരുതലുകളാണ് ഈ ഭാഗത്ത്, ഈ വയലിൽ കൂടെ പോകുന്ന ഭാഗത്ത് സ്വീകരിക്കേണ്ടത്, അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ കമ്പനിക്ക് നൽകും. അങ്ങനെ തന്നെ റോഡ് നിർമ്മിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നുകൂടിയാണ് ജില്ലാ കലക്ടർ ഇന്ന് വ്യക്തമാക്കിയത്. സാലിഹ്, അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ റീച്ചിൻ്റെ നിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തത്. ഏറെക്കുറെ 95% ആ റീച്ചിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മലപ്പുറം ജില്ലയിൽ ഒരു 99% കാപ്പിരിക്കാട് മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള ഭാഗത്ത്, അതായത് 74 കിലോമീറ്റർ ദൂരം ഏതാണ്ടെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മാർക്കിങ്ങുകളും ഡിവൈഡറുകളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സിഗ്നൽ ലൈറ്റുകളും മറ്റും പിടിപ്പിക്കുന്ന അവസാന വട്ട പരിപാടികൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഈ അപകടമുണ്ടായത്. ഇതിൻ്റെ ഒരു 4 കിലോമീറ്റർ മാറി തലപ്പാറയിലും വലിയ തോതിൽ വിള്ളൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഈ വിദഗ്ധ സംഘം ഈ ഭാഗത്തെല്ലാം പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത, ഈ ഹൈവേ കടന്നു പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ ഉയരത്തിലോ മണ്ണ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതോ അതല്ലെങ്കിൽ പാലത്തിന് മുകളിലോ ആണ്. ഈ 74 കിലോമീറ്ററും ഒരു സമതലത്തിലൂടെ, നിരപ്പായ ഒരു സ്ഥലത്തിലൂടെ എവിടെയും തന്നെ ഈ റോഡ് ഈ 74 കിലോമീറ്ററിൽ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിർമ്മിച്ച സാങ്കേതിക വിദ്യകൾ, ഈ ജർമ്മൻ ടെക്നോളജിയൊക്കെ പ്രായോഗികമാണോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ അത് പ്രായോഗികമാവുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇത് ജനപ്രതിനിധികളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ ഈ ആശങ്ക പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ മിനിറ്റ്സുകളിലെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി, ഈ കരാറ് കമ്പനി അത് അനുസരിച്ചിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യങ്ങൾ കൂടി അതുതന്നെയാണ് സ്വാലിഹ് പറഞ്ഞ പോലെ തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ത് ഇടപെടലാണ് നടത്തിയത്, കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടി വരിക. വിവരങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്.